നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിൽ വിധി ഉടൻ തന്നെ പറയും. 2:30 മണിയോടുകൂടി വിധി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ വിധി വരുമെന്ന് കരുതിയിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 ദിവസവും ഈ ഒരു കേസിന് വേണ്ടി ആദ്യത്തെ കേസുകൾ പലതും മാറ്റിവെച്ച് ഈ ഒരു കേസ് കൃത്യമായി വിശാലമായി തന്നെ കോടതി കേട്ടിരുന്നു. മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് നടന്നിരുന്നത്. അടച്ചിട്ട മുറിയിലായിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നതുകൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കൃത്യമായി തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അതിൽ രാഹുലിന് ഒരു വിജയം തന്നെയാണ്. പക്ഷേ 100% രാഹുലിന് ഇതിലൊരു പോസിറ്റീവ് വിധി ഉണ്ടാകില്ല എന്ന് രാഹുലിന്റെ അഭിഭാഷകനും അറിയാം. അതുകൊണ്ട് തന്നെ വിധി വന്ന അതേ അടുത്ത സെക്കൻഡിൽ രാഹുൽ ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രോസിക്യൂഷൻ എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടാമത്തെ പെൺകുട്ടി, അതായത് അതിജീവിതയുടെ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബത്തിനും ഇക്കാര്യത്തിൽ വ്യക്തമായ പ്ലാൻ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ തമ്മിലുള്ള ബന്ധം വ്യക്തമായി അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമായി അറിയാവുന്ന സാഹചര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇത്തരത്തിൽ ബ്രൂട്ടലി ഇവരെ റേപ്പ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അതുപോലെ തന്നെ പരാതി ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ശക്തമായ പരാതിയിൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിധി ഒരു പോസിറ്റീവായിട്ട് സെഷൻസ് കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി വിധി പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം ഇത് 36ാമത്തെ കേസായിട്ടാണ് ഇത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ കേസിന് തൊട്ട് മുൻപുള്ള കേസാണ്. 2:30 മണിയോട് കൂടി മാത്രമേ നമുക്കൊരു വിധി അറിയാൻ സാധിക്കുകയുള്ളൂ. ആദ്യം 12:30 ആയിരുന്നു എന്ന് പറയുന്നതെങ്കിൽ പിന്നീട് 2:30 മണി ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒപ്പം നിരവധി തെളിവുകൾ രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷനെതിരെ രാഹുലിന് വേണ്ടി ശാസ്തമംഗലം അജിത്ത് നിരത്തുന്ന വാദങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്ന് അറിയാൻ സാധിക്കുകയില്ല. കാരണം കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ 14ാം ദിവസവും രാഹുൽ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ രാഹുലിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം SITക്ക് വരികയാണ്. ആ ഉത്തരവാദിത്തവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും കൃത്യമായി നടക്കേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉത്തരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ SIT അമ്പെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആഭ്യന്തര വകുപ്പിന് വലിയൊരു വീഴ്ച ഈ ഒരു കേസിൽ സംഭവിച്ചു എന്നും പൊതുജനം വിലയിരുത്തുന്നുണ്ട്.